ഓ, ഇത്രയും അടുത്ത് പുലിയെ കാണുന്നത് ആദ്യ. ദൈവം കാത്തു. അയ്യോ, അല്ലായിരുന്നെങ്കിൽ പുലിയെ ജീവനോടെ പിടിക്കാനുള്ള പരിപാടിയായിരുന്നു എന്ന് അവര് പറയണത്. എവിടെ ജീവനോടെ അല്ലാതെയോ? അതിനെ എങ്ങനെയെങ്കിലും പിടിക്കുന്ന എനിക്ക് കാണണം. ഒരു കാര്യം ഉറപ്പാ, അവന്മാർ അതിനെ പിടിക്കും. ഒരു ചില്ലറക്കാരൊന്നുമല്ല. നിങ്ങളൊക്കെ കൂടി അവന്മാരെ പൊക്കി പിടിച്ചിട്ടുണ്ടോ? എനിക്കെന്തോ അവന്മാർ പറഞ്ഞ കാര്യങ്ങളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പുലി ഇരുന്ന കാട്ടിൽ കയറി ആരും ഒരു കള്ളത്തരത്തിന് മുതിരില്ല. അത് മെമ്പർ പറഞ്ഞ വിക്ടറേ, നീ എന്നെ ഒന്ന് വീട്ടിലോട്ടാക്കിത്താ. നമ്മുടെ കുറി വിളിക്കാനുള്ള ഡേറ്റ് ഒക്കെ അടുത്തോണ്ടിരിക്കുക. കണക്കൊക്കെ ഒന്ന് നോക്കണം. പോയിട്ട് മെമ്പർ പടവേ പോട്ടെ മെമ്പറേ. ഈ വരുത്തന്മാർ രണ്ടുപേരും കൂടി നാട്ടുകാരുടെ സമ്പാദ്യം കൊണ്ട് മുങ്ങുമെന്ന് എന്റെ പേടി. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങള്. ഒന്ന് പോടാ. ഇത്രയും നാളും വാസു തന്നെയല്ലേ സമിതിയുടെയും കുറിയുടെയും കാര്യങ്ങളൊക്കെ നോക്കിയത്. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ചേട്ടാ, തേൻമിഠായി. അയ്യോ മോളെ, തേൻമിഠായി തീർന്നുപോയി. ഉള്ളത് മുഴുവൻ ആ വേട്ടക്കാരൻ പയ്യൻ വാങ്ങിച്ചിട്ടുണ്ട്. അതെ, എന്താ എന്നാ പറ്റി രേവതി കൊച്ചേ? തേൻമിഠായി കിട്ടിയില്ല. അയ്യോ, നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ തരാം. എന്ത് തേൻമിഠായി? എനിക്കൊന്നും വേണ്ട. വെറുതെ വേണ്ട, ആ കടക്കാരന് കൊടുക്കാൻ പറ്റുന്ന കാശില്ലേ, അതിങ്ങനെ തന്നു മതി. വേണേ പറയില്ലെങ്കിൽ ഞാൻ കളയൂട്ട. അയ്യോ, കളയണ്ട. എന്നാ പിന്നെ വാങ്ങ്. വേട്ടക്കാരൻ തെണ്ടി. എടി, ഞാൻ ആദ്യം കയറാവേ. ഒരു ജീപ്പി തന്നെ എത്ര പേരാണല്ലോ ഇങ്ങനെ കുത്തി നിറച്ച്. എങ്ങനെ? അല്ല, ഞാനതൊക്കെ ഒന്നിങ്ങനെ എങ്ങനെ ഓ ഇറച്ചിക്കടയിലൊക്കെ എന്ത് തിരക്കാന്ന് നോക്കിയിരിക്കും അല്ലേ? ആണെങ്കിൽ റിയലി? വിട്.